ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വന്ദനം ഗുരുപ്രിയേ അക്ഷരസ്വരൂപിണി വിടരും താമരയിൽ പുഞ്ചിരി കൊള്ളും ദേവി ശ്രീ ശാരദാംബേ പരമാനന്ദ സ്വരൂപിണി ശ്രീപാദ പത്മങ്ങളിൽ സാദരം വന്ദിക്കുന്നു. വന്ദനം ഗുരുപ്രിയേ അക്ഷരസ്വരൂപിണി വിടരും താമരയിൽ പുഞ്ചിരി കൊള്ളും ദേവി. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും നമസ്തേ. നമ്മുടെ കൂട്ടായ്മയില് മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭം കുറിച്ച 100 ദിന പൂജാ സമർപ്പണം സീസൺ 2 ശിവകുടുംബകം ഇന്ന് ഈ ചതയ ദിനത്തിൽ 56-ാം ദിവസം എത്തി നിൽക്കുകയാണ്. തൃപ്പാദങ്ങളുടെ അനുഗ്രഹത്താൽ ദേവീസ്തവത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് എനിക്ക് പൂജാ സമർപ്പണത്തിനായി കിട്ടിയിരിക്കുന്നത്. ദേവി സകലത്തിനും മാതാവാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രഭവ സ്ഥാനമായി ആദിമസത്യം എന്ന നിലയിലാണ് പരമ്പൊരുളിനെ അമ്മയായി അഥവാ ദേവിയായി പുരാതന ഭാരതീയർ ഭാവന ചെയ്തത്. ദേവീരൂപങ്ങളെല്ലാം ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളാണ്. മായ നിർമ്മിതമായ പ്രപഞ്ചം വിരുദ്ധ രൂപഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ദേവിയെ വിരുദ്ധ രൂപഭാവങ്ങളിൽ ചിത്രീകരിക്കാൻ ഇടയായിട്ടുള്ളത്. രൂപവും ഭാവവും ഏതായാലും അതില് ഈശ്വര സാന്നിധ്യം ഭാവന ചെയ്യാൻ കഴിവുള്ള ഭക്തൻ ചിത്തം ശുദ്ധീകരിച്ച് സത്യം കണ്ടെത്തും. അതിന് സഹായിക്കുന്ന വിദ്യാരൂപിണിയായ ദേവിയെയാണ് ഇവിടെ സ്തുതിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 8-ാമത്തെ ശ്ലോകം നോക്കാം. തൊഴുമെന്നെയങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യൻ മനം കുഴയുന്നി തങ്ങ് കുഴലൂത് കാർകൊണ്ടലേ. തൊഴുമെന്നെയങ്ങ് വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ എന്ന് പറഞ്ഞാല് ഇവിടെ കിടന്ന് ഈ സംസാര സമുദ്രത്തില് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സർവം ദേവീമയമെന്ന് ഭാവന ചെയ്ത് കുമ്പിടുന്ന തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഈ ഭക്തന് അമ്മയല്ലാതെ സഹായത്തിന് വേറെ ആരുമില്ല. തൊഴുതുകൊണ്ട് നിൽക്കുന്ന എന്നെ അങ്ങോട്ട് വിളിച്ച് നീയുമായുള്ള ഏകീഭാവം വാസ്തവമാക്കി തീർക്കുക. നിന്നിൽ നിന്ന് വേറെയാണെന്ന ഭാവത്തിൽ ഇവിടെ നിൽക്കുന്ന എനിക്ക് ജീവിതം ദുഃഖസാഗരമാണ്. അതിൽ കിടന്ന് ഞാൻ ഉഴലുകയാണ്. അങ്ങനെയുള്ള എനിക്ക് ദുഃഖത്തിൽ നിന്ന് കരകയറുന്നതിന് അമ്മയുമായുള്ള ഏകതയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യൻ മനം കുഴയുന്നി തങ്ങ് കുഴലൂത് കാർകൊണ്ടലേ എന്ന് പറഞ്ഞാല് എൻ്റെ മനസ്സ് തീയിൽ അഥവാ ദുഃഖത്തിൽ വീണ് ഉരുകിയൊലിക്കുന്ന മെഴുകല്ല. അത് നിന്നിൽ അമ്മയിൽ അർപ്പിക്കപ്പെട്ട് സ്വയം എരിഞ്ഞടങ്ങുന്ന നെയ്യാണ്. മനസ്സിൻ്റെ ദുസ്ഥിതിയുടെ കാഠിന്യം കാണിക്കാനാണ് എൻ്റെ മനസ്സ് തീയിൽ വീണ മെഴുകല്ല നെയ്യാണ് എന്ന് തൃപ്പാദങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെഴുക് തീയിൽ വീണ് ഉരുകിയാൽ ബാക്കി കാണും. എന്നാൽ നെയ്യ് തീയിൽപ്പെട്ടാൽ തീ തന്നെയായിത്തീരും. ഈ വാസ്തവസ്ഥിതി ഓർക്കാത്തത് കൊണ്ടാണ് ഞാൻ ഉരുകിയ മെഴുകുപോലെ കുഴഞ്ഞു പോകുന്നത്. ദുഃഖമാകുന്ന അഗ്നിയെ മഴ പെയ്യിച്ച് ശമിപ്പിക്കാൻ കഴിവുള്ള കാർമേഘമായിരിക്കുന്ന അമ്മയെ
ചുട്ടുപൊള്ളുന്ന എൻ്റെ ഹൃദയാഗ്നിയിലേക്ക് അമ്മയാകുന്ന അമൃതവർഷം ആവോളം ചൊരിഞ്ഞ് അനുഗ്രഹിച്ചാലും. അമ്മയുമായുള്ള ഐക്യം അല്ലെങ്കിൽ ഏകത വാസ്തവമാക്കി തീർക്കുന്നതിന് ഉപകരിക്കുന്ന ജ്ഞാനരഹസ്യത്തിൻ്റെ മൗനമായ മുഴക്കം ഒരു കുഴലൂത്താക്കി തീർത്ത് ഓതിത്തരിക എന്നാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ കൂടി തൃപ്പാദങ്ങൾ പറയുന്നത്. ശ്ലോകം നമുക്ക് ഒന്നുകൂടി നോക്കാം. തൊഴുമെന്നെ അങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ. അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യൻ മനം കുഴയുന്നി തങ്ങ് കുഴലൂതുകാർ കൊണ്ടലേ. ഇന്നത്തെ ഈ പൂജാ സമർപ്പണം തൃപ്പാദപാദ പത്മങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്തേ.